SDPIക്ക് 3 അംഗങ്ങളുള്ള പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിവാദം. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന SDPI നറുക്കെടുപ്പിൽ നറുക്കുവീണ ആളെ ഒഴിവാക്കി എതിർകക്ഷിയായ BJP പ്രതിനിധിയെ വിജയായി പ്രഖ്യാപിച്ചു എന്നാണ് ആരോപണം. CK അഭിലാൽ വിവരങ്ങളുമായി ചേർന്നത്. അഭിലാൽ, ഈ കോട്ടാങ്ങലിൽ ഉടലെടുത്ത വിവാദം എന്താണ്? SDPIയുടെ പരാതി, അതിൽ വസ്തുത എന്താണ്? ഡിസംബർ മാസം 27-ാം തീയതിയായിരുന്നു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 2 ഇടങ്ങളിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് SDPI ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുന്നത്. 3 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. അതിൽ UDF സ്ഥാനാർത്ഥിക്ക് 5 വോട്ടും NDA സ്ഥാനാർത്ഥിക്ക് 5 വോട്ടും കിട്ടി. SDPI പ്രവർത്തിക്ക് 3 വോട്ടുകളാണ് കിട്ടിയത്. ഈ ഘട്ടത്തിൽ 3 വോട്ടുകൾ കിട്ടിയ SDPI സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തി രണ്ടാമത് വീണ്ടും വോട്ടെടുപ്പ് തന്നെ വേണ്ടിയിരുന്നിടത്ത് നേരിട്ട് നറുക്കെടുപ്പിലേക്ക് പോയി എന്നുള്ളതാണ് ചട്ടലംഘനമായി ആരോപിക്കപ്പെടുന്ന ഒരു വിഷയം. രണ്ടാമത് നറുക്ക് എടുത്ത ആളെ ഒഴിവാക്കിക്കൊണ്ട് രണ്ടാമത്തെ ആളെ വിജയായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഭരണാധികാരിയുടെ അടുത്ത് ഈ വിഷയം ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചുവെങ്കിലും അദ്ദേഹം അവഗണിച്ചു എന്നുള്ളതാണ് SDPI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അനീഷ് വാർത്താസമ്മേളനത്തിൽ ആരോപിക്കുന്നത്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് പരാതി ജില്ലാ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുണ്ട് എന്നും അവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.